സോ വെൽക്കം ബാക്ക്. അപ്പോൾ 25,000 രൂപ റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ആ റേഞ്ചിൽ വരുന്ന 4 ബെസ്റ്റ് ഫോൺസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ പോക്കോയുടെ X6 Pro 5G എന്ന ഫോണാണ്. ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണെങ്കിൽ ഇതിനൊരു വീഗൻ ലെതർ ഫിനിഷാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കാണാൻ തരക്കേടില്ലാത്തൊരു ഡിസൈനാണ് ഫോണിന് വരുന്നത്. 6.67 ഇഞ്ചിൻ്റെ ഒരു AMOLED 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റോട് കൂടിയ ഡിസ്പ്ലേ ആണ്. 1800 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സും പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. 64 MB പ്രൈമറി ക്യാമറ, 8 MB അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്, 2 MB മാക്രോവും വരുന്നുണ്ട്. റിയർ ക്യാമറയിൽ 4K 13 എപ്പിസോഡിലെ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. 16 MB സെൽഫി ക്യാമറയാണ്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ MediaTekൻ്റെ Dimensity 8300 എന്ന പ്രോസറാണ് വരുന്നത്. ഇത് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ഫോൺ കൂടിയാണ്. അതായത് ഇതിൻ്റെ ഒരു ആൻറ്റു ബെഞ്ച്മാർക്ക് സ്കോർ എന്ന് പറഞ്ഞ 14 ലക്ഷം ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ബാക്കിയുള്ള 3 ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ നിങ്ങൾ 25,000 രൂപയ്ക്ക് ഒരു ബെസ്റ്റ് ഗെയിമിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പോക്കോയുടെ X6 Pro 5Gയിലേക്ക് പോകാവുന്നതാണ്. കാരണം അത്രയും നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പിന്നീട് 5000 mAh ബാറ്ററിയും 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. പ്രൈസും വേരിയൻറ്റും പറയുകയാണെങ്കിൽ 8GB 256GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസാണ് 23,999 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 24,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺസൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഈ ഒരു ഫോണിലേക്ക് പോവുക, വേറൊരു ഫോൺ നോക്കേണ്ട ആവശ്യമില്ല. ഗെയിമിംഗ് ആണ് നിങ്ങൾക്ക് മെയിൻ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോക്കോ ഫോൺ തന്നെയാണ് ഇവിടെ ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെ ഫോണാണ്. OnePlusൻ്റെ Nord CE4. ഇതെന്ന് പറയുന്നത് ഒരു ഓൾറൗണ്ടഡ് ഫോൺ കൂടിയാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ബിൽഡും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. കാണാൻ കോമൺ ആയിട്ടുള്ള നോഡ് സീരീസിൽ വരുന്ന ഫോൺസിൻ്റെ ആ ഒരു കോമൺ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത്. 6.7 ഇഞ്ചിൻ്റെ ഒരു ഫ്ലൂഡ് AMOLED 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 1100 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. 15 MB പ്രൈമറി ക്യാമറ, 8 MB അൾട്രാ വൈഡ് ക്യാമറയും റിയറിൽ വരുന്നത്. റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K 13 എപ്പിസോഡിലെ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. 16 MB ആണ് സെൽഫി ക്യാമറ. സെൽഫി ക്യാമറയിൽ ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇനി പെർഫോമൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ Qualcomm Snapdragonൻ്റെ 7 Gen 3 എന്ന പ്രോസറാണ് വരുന്നത്. ആൻറ്റു സ്കോർ എന്ന് പറഞ്ഞാൽ 8,15,000 അറൗണ്ട് ആ റേഞ്ചാണ് വരുന്നത്. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോക്കോ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള കുറവുണ്ട്. ബട്ട് എന്നാലും ഇനി പറയുന്ന ഫോണായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇനി ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ് വെച്ച് പറയുകയാണെങ്കിൽ 5500 mAh ബാറ്ററിയും 100 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഇൻ ദ ബോക്സ് തന്നെ വരുന്നുണ്ട്. പ്രൈസും വേരിയൻറ്റും പറയുകയാണെങ്കിൽ 8GB 120GB ആണ് സ്റ്റാർട്ടിങ് വേരിയൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് 24,999 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 25,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോൺ, അതായത് ബെസ്റ്റ് ഡിസ്പ്ലേ, ബെസ്റ്റ് ക്യാമറ, ബെസ്റ്റ് പെർഫോമൻസ്, ബെസ്റ്റ് എന്ന് പറയുന്നില്ല എന്നാലും നല്ല പെർഫോമൻസ്, നല്ല ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ OnePlus ഫോൺ തന്നെയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ OnePlus Nord CE4 എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇനി അടുത്തൊരു ഓൾറൗണ്ടർ ഫോൺ എന്ന് പറയുന്നത് മോട്ടോറോളയുടെ Moto Edge 50 Fusion എന്ന ഫോണാണ്. ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്പെക്ക് പറയുകയാണെങ്കിൽ വീഗൻ ലെതർ ആയിട്ടുള്ള ഫിനിഷ് തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. കാണാൻ നല്ലൊരു പ്രീമിയം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. 6.7 ഇഞ്ചിൻ്റെ ഒരു OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1600 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഇനി ക്യാമറ പറയുകയാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ, 30 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. നമുക്ക് റിയർ സൈഡിൽ നമുക്ക് 4K 13 എപ്പിസോഡിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. 32 MB ആണ് സെൽഫി ക്യാമറ, അതും നമുക്ക് 4Kയിൽ വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ പറയുന്ന 4 ഫോണിലും ഈ ഒരു ഫോണിൽ മാത്രമേ നമുക്ക് സെൽഫിയിൽ 4K റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സോ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ Qualcomm Snapdragonൻ്റെ 7S Gen 2 എന്ന പ്രോസറാണ് വരുന്നത്. ആൻറ്റു സ്കോർ എന്ന് പറയുന്നത് 6 lakhൻ്റെ എബോ ആയിട്ടാണ് വരുന്നത്. സോ ഒരു നോർമലായിട്ടുള്ള പെർഫോമൻസ് മാത്രമേ വരുന്നുള്ളൂ. ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ് വെച്ച് പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. പ്രൈസും വേരിയൻറ്റും പറയുകയാണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 22,999 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതും ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. കാരണം നമുക്ക് ബെസ്റ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ക്യാമറ വരുന്നുണ്ട്, നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. നല്ലതെന്നല്ല, കുഴപ്പമില്ലാത്ത ഈ റേഞ്ചിൽ നമുക്ക് കുഴപ്പമില്ലാത്ത പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പെർഫോമൻസ് നേരത്തെ പറഞ്ഞ ഫോൺ പോലെ അത്യാവശ്യം പെർഫോമൻസ് ഒന്നും വരുന്നില്ല. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് മാത്രമേ വരുന്നുള്ളൂ.
അത്യാവശ്യം നല്ല ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്, നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. സോ ഇതും ഒരു ബെസ്റ്റ് ഓൾറൗണ്ട് ആയിട്ടുള്ള ഫോൺ തന്നെ കൂട്ടാവുന്നതാണ്. പിന്നീട് കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ രണ്ട് ഫോണിൽ നമുക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്, പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ കർവ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. IP68 റേറ്റിംഗ് വരുന്നുണ്ട്. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണൊക്കെ നമുക്ക് വളത്തിലിട്ട് കഴിഞ്ഞാലും ഫോണൊന്നും ആവുന്നതായിരിക്കില്ല. സോ അങ്ങനെയുള്ള ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോൺ വരുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ഫോണിന് മാത്രമേ ആ ഒരു IP റേറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുള്ളൂ. സോ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞൊരു ബെസ്റ്റ് ക്യാമറ ഫോണാണ്. അത് റിയൽമിയുടെ 12 Pro 5G എന്ന ഫോണാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും വീഗൻ ലെതർ ആയിട്ടുള്ള ഫിനിഷ് തന്നെയാണ് വരുന്നത്. ഒരു പ്രീമിയം ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ ഫോണിന് വരുന്നുണ്ട്. 6.7 ഇഞ്ചിൻ്റെ ഒരു AMOLED 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. 950 nits പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ ആണ്. നേരത്തെ പറഞ്ഞ രണ്ട് ഫോണും കർവ്ഡ് ആണ്, നേരത്തെ പറഞ്ഞ രണ്ട് ഫോണും ഫ്ലാറ്റ് ആണെന്നുള്ളത്. 15 MB ആണ് പ്രൈമറി ക്യാമറ, 32 MB ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. പിന്നെ പ്രൈമറി ക്യാമറ സോണിയുടെ 882 എന്ന സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ 32 MB ടെലിഫോട്ടോ വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് 2x നമുക്ക് പോർട്രേറ്റിലും ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നല്ല ഫീച്ചർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നീട് 8 MP അൾട്രാ വൈഡ് ക്യാമറയും റിയറിൽ വരുന്നുണ്ട്. റിയർ ക്യാമറയിൽ നമുക്ക് 4K 13 FPS വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 MB സെൽഫി ക്യാമറ ആണ് വരുന്നത്. അതിൽ നമുക്ക് ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സോ 4K കാര്യങ്ങളൊന്നും ഫ്രണ്ടിൽ വരുന്നില്ല. ബട്ട് നമുക്ക് റിയർ ക്യാമറയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സും കാണാൻ തന്നെ വരുന്നത്. നമുക്ക് 2x പോർട്രേറ്റ് ആയിട്ടുള്ള ഫോട്ടോസും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ക്യാമറ വൈസ് റിയൽമി 12 Pro 5G എന്ന് പറയുന്നൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 1 എന്ന പ്രോസറാണ് വരുന്നത്. ആൻഡ് സ്കോർ എന്ന് പറഞ്ഞാൽ 5,18,000 എബോ ആയിട്ടാണ് വരുന്നത്. സോ പെർഫോമൻസ് നല്ലോണം കുറവാണ്, ബട്ട് ഇതിൽ ബെസ്റ്റ് ക്യാമറ വരുന്നുണ്ട്. ഇനി ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ് വെച്ച് പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. പ്രൈസും വേരിയൻറ്റും പറയുകയാണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 25,999 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഓഫർ ടൈമിൽ നമുക്ക് 25,000 ആ റേഞ്ചും കിട്ടാറുണ്ട്. സോ അതും കൂടി ഓർക്കുക. അപ്പം നിങ്ങൾ ഈ ഒരു 25,000 രൂപ റേഞ്ചിൽ ഒരു ബെസ്റ്റ് ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നോക്കാൻ പറ്റിയ ഒരു ബെസ്റ്റായുള്ള ഓപ്ഷനാണ് റിയൽമിയുടെ 12 Pro 5G എന്ന് പറയുന്ന ഫോൺ. ക്യാമറയിലും ബാക്കി ഇപ്പോൾ OnePlus ആണെങ്കിലും മോട്ടറോള ആണെങ്കിലും ക്യാമറയിലും ബെസ്റ്റായിട്ടുള്ള നല്ല ഫോൺ തന്നെയാണ് അതും. ബട്ട് ക്യാമറ സെൻട്രിക് ആയിട്ട് ബെസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് എന്ന് പറയുന്ന ഒരു ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. അപ്പം ഇതാണ് 4 ബെസ്റ്റ് ഫോൺ എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി F55 നിങ്ങൾക്ക് പറ്റിയ അത്യാവശ്യം നല്ല ഫോണായിരിക്കും. കാരണം വീഗൻ ലെതറും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഫോൺ മാത്രം നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ പോയിട്ട് വാങ്ങാം. ഇനി നിങ്ങൾക്കൊരു വെറൈറ്റി ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കാണാൻ ലുക്സും കാര്യങ്ങളൊക്കെ തന്നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഏത് ഫോണാണ് ചോദിക്കുന്ന രീതിയിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2A നോക്കാവുന്നതാണ്. അതും അത്യാവശ്യം നല്ലൊരു ബെസ്റ്റായുള്ള ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം 25,000 രൂപ റേഞ്ചിലെ ബെസ്റ്റ് ഫോൺ, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞാൽ. ഇത് കൂടാതെയും വേറെ ഒരുപാട് ബ്രാൻഡ് ഫോൺ ഉണ്ട് എനിക്കറിയാം. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബെസ്റ്റായിട്ടുള്ള 4 ഫോൺ ഇതാണ്. അത് കൂടാതെ ബാക്കി 2 ഫോണും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ പോക്കോയിലേക്ക് പോവുക, പോക്കോ X6 Proയിലേക്ക് പോവുക. ക്യാമറ ആണെങ്കിൽ റിയൽമി 12 Proയിലേക്ക് പോവുക. പിന്നീട് 2 ഓൾറൗണ്ടർ ഫോൺ വരുന്നുണ്ട്. അത് നമുക്ക് OnePlus Nord CE4 വരുന്നുണ്ട്, മോട്ടോറോള മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനും വരുന്നുണ്ട്. സോ അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.